ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ രാജാവിൻ്റെ പഴയ സാധനങ്ങൾ ആ കാലത്തിൽ അവർ വെച്ചുകൊണ്ടുണ്ടായത് പൈസയും പിന്നെ തുണിയും പിന്നെ ഇതെല്ലാം അന്നിട്ടതിൽ ബാക്കിയുണ്ടായി. ഇപ്പൊ ഇനിയുള്ളത് നല്ലത് ആ വീഡിയോ കാണിട്ടല്ലോ അല്ലേ, അതിടാന്ന്. ഇതെവിടെ പൂവ്, നല്ല പൂവുണ്ട്. ഇത് പേപ്പർ പൂവ് മാതിരത്തെ നല്ല അടിപൊളി പൂ. ഇതിൻ്റെ ഉള്ളിൽ എൻട്രൻസ്. सॉरी वही है मैडम मेरे पास. आपके पास ये है क्या? എന്തത് ഇവിടെ ദോരപ്പാലക്ക പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെ അതെ, അതായത് ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക്. അതെ. അങ്ങനെ ഓരോരോ ദേവീൻ്റെ വിഗ്രഹങ്ങളെല്ലാം പഴയ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും കണ്ടിട്ടേ ഉണ്ടായിട്ടില്ലല്ലോ വലുതാ. അതെ, നമ്മുടെ ഇവിടെ എത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ ഇതൊന്നും കണ്ടിട്ടുണ്ടായില്ല. ഇതെല്ലാം അങ്ങനെ തോന്നിയതാ പോവാ പറഞ്ഞിട്ട്, അങ്ങനെ പോകുമ്പോൾ ഇതെല്ലാം കണ്ടതിൽ സന്തോഷമായി. അതെ, എന്താ പഴയ രാജനെല്ലാം യൂസ് ആക്കിയ കത്തികള് എല്ലാം ഉണ്ട് ഇതില്. ഖഡ്ഗ, കട്ടാരി അങ്ങനത്തെ എല്ലാം ഉണ്ട് ഇതില്. അതെ, പിന്നെ നോക്ക്, അത് മാന്റെ കൊമ്പ്, പിന്നെ ഒരു മേക്കെ പറഞ്ഞിട്ട് അതെന്തെന്ന് അറിയില്ല, ചക്രം പോലത്തെ എല്ലാത്തിന്റെ ഇതാ കിട്ടിയത് എല്ലാം റിയൽ. അതെ, ബുദ്ധന്റെ പിന്നെ ഇതെല്ലാം പഴയ കല്ലിലെല്ലാം ആക്കിയിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയതല്ലേ വലുതാ. ഇതെല്ലാം ഓരോ സ്ഥലത്ത് കിട്ടിയതാണ്. ഇത് കൊടകരല്ലി, പിന്നെ ഈ സൈഡ് ഇത് ഹരമന്നന്റെ അവിടെ കിട്ടിയത്. ഹരമന്നന്റെ മുമ്പിലുള്ള ഇത് ബാഗിലു പറഞ്ഞിട്ട് ആനപ്പട്ടി. ഇതെല്ലാം ദൈവത്തിന്റെ ഓരോരോ സ്ഥലത്തിൽ കിട്ടിയ വിഗ്രഹങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ കാണാനുണ്ട്. എല്ലാ സാധനമുണ്ട്. അതെ, ദൈവന്റെ വിഷ്ണുന്റെ എല്ലാ ദൈവങ്ങളുടെ വിഗ്രഹങ്ങള്. ഇത് റാണി പിന്നെ അവരുടെ ഉടുപ്പെല്ലാം കണ്ട അതിലെല്ലാം സ്വർണത്തിന്റെ ഇതെല്ലാം മിക്സ് ഉണ്ട്. പഴയ ആൾക്കാര് ഇങ്ങനെ ഉണ്ടായില്ലേ. ഫോട്ടോ ഉണ്ട്. ഇത് രാജാവ് ഇത് കത്തിയല പിടിച്ചിരുന്നതിന്. ഇത് ചുഴലിക്കാറ്റ് വരുമ്പോ ഇതിങ്ങനെ ഇവിടെ കണ്ട അതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത് പെയിന്റിങ് ആക്കി. ആ കാലത്തിൽ ഇങ്ങനത്തെ കാറ്റ് വരുന്നുണ്ട്. പിന്നെ ഇത് എന്ത്, ഇതെല്ലാം ഒരു ദേവീന്റെ എല്ലാം ഇത് മുഖത്തിന്റെ വിഗ്രഹങ്ങൾ നല്ല ഉണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ വന്നോണ്ടുണ്ടാവും എപ്പോഴും. നല്ല റഷാണ് ടൂറിസ്റ്റുകളെല്ലാം വരും. ഇത് നേരായ ഇത് കടുവ. ഇത് നേരത്രല്ല, അവിടെ നേരെന്ന് പറഞ്ഞിട്ട് എഴുതിന്. അതെ, നേരായിട്ടുള്ളത്. അതിന്റെ രോമെല്ലാം നമുക്ക് കാണുന്നുണ്ട്. അത് പുറത്തേക്ക് ഗ്ലാസിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചിന്. അതെ, നല്ല ഉണ്ട്. അതിന്റെ കുറച്ച് നമുക്ക് അടുത്തുനിന്ന് കാണുമ്പോൾ ഒരു പേടി പോലെ. ഇവിടെ ഇംഗ്ലീഷിലും കന്നഡത്തിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് ബീരങ്കി പോലത്തെ ഇട്ടിട്ട് പൊട്ടിക്കുന്ന അത് നല്ല കാണുന്നുണ്ട്. അതിൽ തിരിക്കുന്നതും പിടിക്കുന്നതും എല്ലാം ഉണ്ട്. നമ്മൾക്കെല്ലാം ഏതേത് സൈഡ് കാക്കണോ നമ്മളിത് തിരിച്ചെല്ലാം നോക്കി. നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയില്ല. 1841 രാജാവിന്റെ കാലത്തിലുണ്ടായതല്ല ഇതെല്ലാം. പിന്നെ ഇതാ ഇവിടെ വിഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം പഴയ വിഗ്രഹങ്ങൾ. എത്ര കാലം. അതെ, ഇതെല്ലാം ടൈപ്പിംഗ് മെഷീൻ മാറത്തെ. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ, അതേപോലെ അങ്ങനെ എത്ര കാലത്തിൻ്റെതല്ലേ. അതെ, എത്ര കാലത്തിന്റെ നമുക്ക് കാണാനൊരു ഭാഗ്യം കിട്ടിയല്ലേ, അതല്ലേ ഒരു സന്തോഷം. എന്താ പറഞ്ഞാല് നമ്മള് എത്രയോ കാലത്തിന്റെ മുമ്പത്തെ
എത്രയോ ആൾക്കാർ ജനിച്ച് പോയി അല്ലേ? ആ എത്ര സത്തമാണ്. ആ ഇതെന്തെങ്കിലും ഇതെല്ലാം രാജന്മാരിൻ്റെ അവിടുത്തെ എഴുതി വെച്ചിട്ടുണ്ട് കഥകളെല്ലാം. കഥ അവരുടെ റിയൽ സ്റ്റോറികൾ അതെ. എല്ലാം. ഇത് അപ്പത്തെ പെട്ടിയാണ്. പെട്ടിയല്ലേ അത്? ലോക്കായി. ഇത് ഈ സൈഡ് ഓപ്പൺ ഉണ്ട്, നോക്കട്ടെ. ഇത് ரொம்ப സാധനം. ഇവിടെ ഒരു ലോക്ക്. ഇത് പൈസ ഉറുപ്പ്യ 2 രൂപ പറഞ്ഞിട്ട്. അപ്പൊ ഓട്ടണ എന്ത് കാലെണ്ണ അല്ലേ? ഓട്ട പൈസ ഉണ്ട് അവിടെ. അതെല്ലാം ഉണ്ട്. പിന്നെ ഇത് അപ്പത്തെ കാലത്ത് 1/4 പൈസ, 1/2 പൈസ, 1 പൈസ, 3/4 പൈസ. അതെ. ഇവിടെ നോക്ക്, ഒരു മനുഷ്യന്റെ പോലെ നിന്നിട്ടൊരു ഇത് അല്ലേ? കുതിര തല കുതിര, കൈയും കാലെല്ലാം മനുഷ്യന്റെ അങ്ങനെ. ആ കാലത്തിന്റെ ഒരു വിചിത്ര ഒരു ഇത് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ. മേലെ നോക്കും കുതിര ഉണ്ടാവും. എന്തല്ലോ വിചിത്രം ആ കാലത്തുണ്ട്. അങ്ങനെ ഇത് രാജവും എല്ലാം ആയിട്ടുണ്ടാവും അല്ലേ? രാജകുമാർ, റാണി, രാജമാരുടെ അവരുടെ ഫാമിലി എല്ലാവരുടെ ഫോട്ടോകളുണ്ട്. ഇതിലുണ്ട്. പിന്നെ ഇത് ഓംകാരേശ്വര ടെമ്പിൾ ആ കാലത്തിൽ ഇങ്ങനെ ഉണ്ടായി. അതിന്റെ ഇപ്പുറത്ത് പുതിയതായിട്ട് എഴുതുന്നുണ്ട്. നല്ല മടിക്കേരി. ഇപ്പൊ എങ്ങനെയുണ്ട്, അപ്പൊ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ. അതെ. അതിന്റെ പിന്നെ ഒരു യേശുവിന്റെ ഒരു ഇത് എത്ര കാലത്തിന്റെ പഴയ ബിൽഡിംഗ് അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഇത് പൈസല് ഉറുപ്പ്യ 2 രൂപയിലെല്ലാം ഉണ്ടാവില്ല, കോയിനില് 3 തലന്റെ സിമ്മന്റെ 4 തല ഉണ്ടായില്. അതാണ് ഇത് പൈസ ലാഞ്ചാണ് എന്തോ പറയാ. അതെ, കന്നഡത്തിൽ അങ്ങനെ പറയും, മലയാളത്തിൽ എന്ത് അറിയില്ല. ഇതൊരു രാജാവ് തോന്നുന്നത്. ഇത് ഇവിടെ അവരുടെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓല എഴുതി വെക്ക് പറയല്ലേ ചരിത്രം. മറിച്ചത് 1959. അതെ. ജനിച്ചത് 1834. മരിച്ചത് 1859. ഇതൊരു പെട്ടി നോക്ക്, ചെറിയ ഇരുമ്പ് പെട്ടിയത്. ഇത് ഒരു 5-6 ആൾക്കൊന്ന് പൊന്തിക്കണം. താക്കോലിടുന്നത് എത്ര വലിയ ഒരു കൈന്റെ വിരലേ പോകും. അത്ര വലിയ ഹോൾസ് താക്കോലിടുന്നത് 2-3 വിരലും പോയി. അതാ അത്ര വലിയ താക്കോലും. അപ്പൊ അത്ര ബന്ധുവസ്തുള്ള സാധനം ഇട്ടു. ഇത് നോക്ക്, ഇത് എന്ത് പറയുന്നതിന് ബീരങ്കിന്റെ ഉണ്ടകളെല്ലാം നല്ല പൊട്ടിക്കുന്നുണ്ട്. അതിൽ 1/2 കിലോ, 1 കിലോ, 2 കിലോ, 3 കിലോ ഇങ്ങനെയല്ല, ഒരു കിലോന്റെ നല്ല കണക്ക് എഴുതി വെച്ചു. അതെ അതെ, കണക്കെല്ലാം ഉണ്ട്. അതെല്ലാം ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പൊട്ടിക്കുന്നത് കാണുന്നത് നല്ല വെച്ചാണ്. ഇതൊന്നും നമ്മൾ ഈ പിക്ചറിൽ കാണുന്നതല്ലാണ്ട് ഇതിൽ നേരിട്ടിട്ട് കണ്ടത് ഇതന്നെ. അതെ, ഇത് കല്ലിന്റെ വിളക്കല്ലേ? കല്ലിന്റെ വിളക്ക്. ഗണപതിന്റെ ഒരു വിഗ്രഹം ഉണ്ട് ഇവിടെ. ഇന്നത്തെ വിളക്ക് കത്തിക്കണ്ടായി. ഇതെല്ലാം കുറെ വിഗ്രഹങ്ങള്, ശിലകളെല്ലാം. ഇതെല്ലാം മണ്ണിന്റെ ഉള്ളിൽ നല്ല കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയതാ അപ്പത്തെ യുദ്ധം. അരക്കിന കല്ലു, പിന്നെ ഒരു ബീസിന കല്ല് പറഞ്ഞിട്ടൊന്നുണ്ട്. അതെ, ഇപ്പെല്ലാം ഇങ്ങനെ കാണാൻ പറ്റുമോ നമുക്ക്? ഇപ്പൊ മിക്സിങ് അല്ലേ? ഇപ്പൊ ഇതെന്ത് പറഞ്ഞാല് വല്ല ഇവിടുത്തെ എല്ലാ നാട്ടിലത്തെ പൈസകളും ഉണ്ട്. നാട്ടത്തെയും ഇന്ത്യത്തിന്റെയും ഏതേതോ വേറെ വേറെ രാജ്യത്തിന്റെ എല്ലാ പൈസകളും ഇതിൽ കാണാൻ വേണ്ടിട്ട് വെച്ചിവിടെ. പിന്നെ ഏത് കാലത്തിന്റെ എത്രയോ കാലത്തിന്റെ ബാക്കത്തെ ഉണ്ട്. ഇതെന്ത് കല്ലെന്ന് അറിയില്ല അല്ലേ? ഇതെന്ത് കല്ലെന്ന് അറിയില്ല. പിന്നെ ഇതെല്ലാം പഞ്ചപാണ്ഡവർ പറയല്ലേ, അവരുടെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട്. പാണ്ഡവരുടെ അത്ര ഇതല്ല.
അങ്ങനെ ഇതാ ഗുമ്മട്ടേശ്വരൻ, ഉണ്ട്, പിന്നെ ബുദ്ധണ്ട്, പിന്നെ ഇതൊരു ദേവിന്റെ എന്തോ, ഇതൊരു ദേവി, ഇത് ബുദ്ധൻ തന്നെ. അങ്ങനെ തലയില്ലാത്തൊരു വിഗ്രഹം, കാട്ടിപ്പോത്ത്. ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തിൻ്റെ എന്നല്ല അല്ല വലട്ട. അതെ ഇതൊരു കല്ലിൻ്റെ ഇത് എന്തെന്ന് അറിയുന്നില്ല. ഇത് ഒരു വിഗ്രഹം ഉണ്ട് ഇവിടെ. ഇല്ല, വിഷ്ണു പാർവതി ശിവന് പറഞ്ഞിട്ടല്ലോ അതിൻ്റെ വിഗ്രഹങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഇതൊരു ദേവിൻ്റെ. ഇതെല്ലാം ഇത് വിഗ്രഹങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അതെ. പിന്നെ നല്ല ഒരു ദൈവത്തിൻ്റെയും പിന്നെ ഇത് ഉണ്ടിയിൽ ഡബ്ബി. അപ്പത്തെ ഉണ്ടിയിൽ ഡബ്ബി. ഇത് ആ കാലത്തില് ഈ പൈസന്റെ നാണ്യങ്ങളെല്ലാം ഇട്ടുകൊണ്ടുണ്ടായത്. രാജാമാരുടെ അടുത്ത് പണിയെടുത്തവർ, പിന്നെ രാജാമാരും എല്ലാം പൈസന്റെ നാണ്യങ്ങൾ ഇട്ടുകൊണ്ടുണ്ടായത് ഇതിന്. മണ്ണ് ചട്ടി, ചോന്ന മണ്ണെന്ന് ചട്ടിയൊക്കെ അത് പറഞ്ഞിട്ട് എഴുതിയിരുന്നു കന്നഡത്തില്. അത് മലയാളത്തിലാണ് പറഞ്ഞ. ഇത് രാജാരെല്ലാം യൂസ് ആക്കിയുണ്ട് തുണികള്. ഇതില് സ്വർണ്ണം മിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതില് സ്വർണ്ണം മിക്സ് ഉണ്ട്. എത്ര വലിയ തുണിയല്ല വലുത് ഇത്. അതെ, വലിയ തുണിയും ഇതിലെല്ലാം ഈ ഡിസൈനിലെല്ലാം സ്വർണ്ണങ്ങള്. അതെ, ഇത് അതിന്റെ ഷോള്. ഇതൊരു സാധനം എന്തെന്ന് അറിയില്ല. ഇതെന്തെന്ന് അറിയില്ല. 1972 കിട്ടിയതാണ്. എന്താ അറിയില്ല, ചോദിച്ചറിയണം. ഇത് കൃഷ്ണനും അർജുനനും അല്ലേ. പിന്നെ ഇതെല്ലാം അവിടുത്തെ സെൻട്രൽ കരപ്പ് സാറില്ലേ, അവരുടെ ഓർമ്മയ്ക്ക് ഇത് വെച്ചിട്ടുള്ളത്. അവര് ആ കാലത്തില് ആർമിയിലല്ല, അതിനുകൊണ്ട് പണിയെടുത്ത സാധനങ്ങളാ അതിവിടെ കാഴ്ചക്ക് വെച്ചിട്ടില്ല. കോവി നല്ല പഴയ വിഗ്രഹങ്ങളല്ലേ. പഴയ വിഗ്രഹങ്ങൾ. ഇത് രാജന്റെ സീറ്റ്. രാജ സീറ്റ്. അപ്പൊ ഇപ്പൊ എല്ലാം നോക്കിട്ടെല്ലാം ആയാലും വലുതാ. നോക്കിട്ടായി. നമുക്ക് നീ പോവാ, പുറപ്പെടാ അല്ല. അപ്പൊ ബായ് ഇന്നത്തെ വീഡിയോക്ക്. അതെ, അപ്പൊ ഇങ്ങനെ നമ്മള് ജ്യൂസ് കുടിക്കാവുന്ന നമുക്ക് സ്വസ്ഥമായി ദാഹിക്കുന്നുണ്ട്. അവിടെ എല്ലാം എല്ലാവർക്കും ബായ്.